പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ടാബു സീരീസിലെ ഇതുവരെയുള്ള എല്ലാ പാർട്ടും ഞങ്ങൾ നേരത്തെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ആ വീഡിയോസ് കാണാത്തവർ വീഡിയോയ്ക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഈ സീരീസിലെ 9ാമത്തെ മൂവിയെക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത്. ഈ മൂവിയിൽ ഹീറോയിനായി എത്തുന്നത് സീരീസിന്റെ ആദ്യ പാർട്ടിലെ നായിക തന്നെയാണ്. അതുപോലെ ഒരു പ്രധാന കഥാപാത്രമായി ചിത്രത്തിലെ 4ാമത്തെ പാർട്ടിൽ അഭിനയിച്ച ഡോക്ടറും എത്തുന്നുണ്ട്. രണ്ടുപേരും അവരുടെ മുമ്പത്തെ കഥാപാത്രങ്ങളായി തന്നെയാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ മുന്നത്തെ പല പാർട്ടുകളുമായും ഈ 9ാമത്തെ പാർട്ടിന് കണക്ഷൻസ് ഉണ്ട്. ചിത്രം ആരംഭിക്കുമ്പോൾ ഹീറോയിനെ കാണിക്കുന്നു. അവൾ ഇപ്പോൾ ഒരു പുതിയ വിവാഹം കഴിച്ച് ജീവിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും പണ്ടവൾ ചെയ്ത പോലെ തെറ്റുകൾ ഓർത്ത് പശ്ചാത്തപിച്ചാണ് ജീവിക്കുന്നത്. മകനുമായി പണ്ടുണ്ടായ കാര്യങ്ങളൊക്കെ ഓർത്ത് അവളെ അത് വല്ലാതെ അലട്ടിയിരുന്നു. തുടർന്ന് അവളുടെ ഹസ്ബൻഡ് അവളെ സമാധാനിപ്പിക്കുന്നു. ഏകദേശം 10 വർഷത്തോളമായി നടന്ന കാര്യങ്ങൾ ഇപ്പോഴും ഓർത്തെടുക്കണ്ട എന്നും മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് ജീവിക്കുകയാണെന്നും എല്ലാം പറഞ്ഞ അയാൾ ഹീറോയിനെ ആശ്വസിപ്പിക്കുന്നു. പക്ഷേ കുറ്റബോധം അവളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അടുത്ത സീനിൽ ഡോക്ടറിനെ കാണിക്കുന്നു. ഡോക്ടർ മറ്റുള്ളവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളാണെങ്കിലും അയാളും ഇപ്പോൾ ചില ഓർമ്മകളിൽ വേട്ടയാടപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. തന്റെ ഭാര്യ മറ്റൊരാളുമായി ബന്ധപ്പെടുന്നത് നേരിൽ കണ്ടപാടെ അവളെ വീട്ടിൽ നിന്നും പുറത്താക്കിയ ഡോക്ടർ പിന്നീട് തന്റെ മക്കളുമായി ചില പ്രത്യേക സാഹചര്യത്തിൽ അതിരുവിട്ട ബന്ധത്തിൽ ഏർപ്പെടുന്നു. ആ കുറ്റബോധം അയാളെ ഇപ്പോഴും വേട്ടയാടുകയാണ്. പക്ഷെ ഇപ്പോൾ ഡോക്ടറും മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുകയാണ്. എന്നാൽ പാവി ചെല്ലുന്നിടം എല്ലാം പാതാളമെന്ന് പറയുന്ന പോലെ ഡോക്ടറിന്റെ ഇപ്പോഴത്തെ ഭാര്യയും അയാളെ ചതിക്കുകയായിരുന്നു. ഡോക്ടർ ഇല്ലാത്ത സമയം വീട്ടിൽ കാമുകനുമായി ഭാര്യ ഗംഭീര പരിപാടികൾ നടത്തുകയാണ്. തിരികെ പോകാൻ പോയ കാമുകനെ പിടിച്ചു നിർത്തി ചേച്ചി സംഗതികൾ തുടങ്ങിവച്ചു. തുടർന്ന് സംഗതി കഴിഞ്ഞ് കാമുകൻ പോയി. അങ്ങനെ രാത്രി വീട്ടിലെത്തിയ ഡോക്ടർ ഭാര്യയുടെ അടുത്തേക്ക് വികാരത്തോടെ ചെല്ലുന്നു. പക്ഷേ നല്ല ഉറക്കമായിരുന്ന അവൾ തന്നെ ശല്യം ചെയ്യാതെ കടന്നുപോകാൻ ഡോക്ടറിനോട് പറയുന്നു. അങ്ങനെ നിരാശനായ ഡോക്ടർ കിടന്നുറങ്ങാൻ നോക്കി. അടുത്ത സീനിൽ ഹീറോയിനെ കാണിക്കുന്നു. അവൾ മുന്നത്തെ ഭർത്താവ് തന്നെ ചതിച്ച ആ ഫ്ലാഷ് ബാക്ക് ഓർത്തെടുക്കുന്നു. ഭർത്താവ് ഓഫീസിലെ ജോലിക്കാരി ചേച്ചിയുമായി ആരും അറിയാതെ അന്നൊരു പരിപാടി നടത്തുന്നു. ആ സമയം അവിടേക്ക് മുന്നറിയിപ്പില്ലാതെ കടന്നു ചെന്ന ഹീറോയിൻ അവരുടെ ലീലാവിലാസങ്ങൾ നേരിൽ കാണാൻ ഇടയായി. തനിക്ക് പലപ്പോഴായി പറ്റിപ്പോയ അബദ്ധങ്ങൾ ഇപ്പോൾ തന്റെ ഭർത്താവും ആവർത്തിക്കുന്നത് കണ്ടതോടെ അവൾ വല്ലാതെ തകർന്നു പോകുന്നു. തുടർന്ന് തന്റെ ഇപ്പോഴത്തെ ഭർത്താവിന്റെ ഉപദേശപ്രകാരം ഹീറോയിൻ തന്നെ അലട്ടുന്ന ഓർമ്മകൾക്ക് ഒരു പരിഹാരം കാണാനായി നമ്മുടെ ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തിപ്പെടുന്നു. അങ്ങനെ ഡോക്ടറിന്റെ മുന്നിലെത്തിയ ഹീറോയിൻ തന്റെ പ്രശ്നങ്ങളെല്ലാം ഒന്നൊന്നായി പറയാൻ തുടങ്ങി. എല്ലാം കേട്ട ഡോക്ടർ അവളോട് നിരവധി ചോദ്യങ്ങളും ചോദിച്ചു. അങ്ങനെ മകനുമായി പറ്റിയ അബദ്ധങ്ങൾ പറഞ്ഞ അവൾ ഡോക്ടറിനോട് തന്നെ ദേഷ്യപ്പെടുന്നു. ഒടുവിൽ ഹീറോയിൻ പറഞ്ഞതെല്ലാം ഡോക്ടർ റെക്കോർഡ് ചെയ്തെടുത്തു. ശേഷം ആ റെക്കോർഡിന്റെ ഒരു ഡീറ്റെയിൽ നോട്ട് തനിക്ക് ഉടനെ വേണമെന്ന് പറഞ്ഞ് ഡോക്ടർ തന്റെ അസിസ്റ്റന്റിനെ അത് ഏൽപ്പിക്കുന്നു. ശേഷം ഹീറോയിനോട് ബാക്കി നമുക്ക് നാളെ ആരംഭിക്കാമെന്നും ഇന്ന് പൊയ്ക്കോളാനും പറയുന്നു. തുടർന്ന് ഡോക്ടർ വീട്ടിലേക്ക് പോയി. പക്ഷേ ഇതേ സമയം ഡോക്ടറിന്റെ ഭാര്യ അവളുടെ കൂട്ടുകാരിയെ വീട്ടിൽ വിളിച്ചു വരുത്തുന്നു. അവർ തമ്മിൽ നല്ല കളിബന്ധവും ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ ഇല്ലാത്ത നേരം അവർ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അങ്ങനെ സംഗതികൾ അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിനിന്ന സമയത്ത് ഡോക്ടർ വീട്ടിലേക്കെത്തി. മുറിയിലേക്ക് വന്ന അയാൾ ഭാര്യയുടെയും കൂട്ടുകാരുടെയും ലീലാവിലാസങ്ങൾ കണ്ണ് നിറച്ച് കാണുന്നു. അതുകൂടി കണ്ടതോടെ അയാൾക്ക് തൃപ്തിയായി. തുടർന്ന് ഭർത്താവ് വന്നത് കണ്ടിട്ടും ഒരു കുലുക്കവുമില്ലാത്ത ഭാര്യ ആ കളി വീണ്ടും തുടരാൻ തുടങ്ങി. ശേഷം ഡോക്ടർ അവിടെ നിന്നും തിരികെ ഇറങ്ങി ഓഫീസിലേക്ക് പോയി. ഈ സമയം അവിടെ ഡോക്ടറിന്റെ അസിസ്റ്റന്റ് ചേച്ചി ഹീറോയിന്റെ ആ റെക്കോർഡൊക്കെ കേട്ട് ആകെ വികാരം കൊണ്ട് ഇരിക്കുകയാണ്. നോട്ട് തയ്യാറാക്കാനായി ഡോക്ടർ ഏൽപ്പിച്ചിട്ട് പോയ ആ കളിയുടെ റെക്കോർഡുകൾ കേട്ട് ചേച്ചിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായി. അങ്ങനെ ഓഫീസിൽ ഡോക്ടർ ഇല്ലാത്ത നേരം അവൾ സ്വയം പരിപാടികൾ ചെയ്യാൻ തുടങ്ങി. ഈ സമയം ഡോക്ടർ അവിടെ എത്തുന്നു. വന്നപാടെ അയാൾ ഞെട്ടിപ്പോകുന്ന ആ കാഴ്ച കാണുകയാണ്. ഒടുവിൽ ഡോക്ടറിന് അത് കണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ തന്റെ വീട്ടിൽ തനിക്ക് നിഷേധിച്ചത് തന്റെ അസിസ്റ്റന്റുമായി അയാൾ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ അവർക്കിടയിൽ തകർപ്പൻ ഒരു പരിപാടി അവിടെ നടക്കുന്നു. അങ്ങനെ ആ ഓഫീസിൽ അന്ന് രാത്രി അവർ ഒരു ആഘോഷമാക്കി മാറ്റി. തുടർന്ന് അടുത്ത ദിവസം ഹീറോയിൻ വീണ്ടും ഡോക്ടറിനെ കാണാനെത്തി. അന്നത്തെ ദിവസം ഹീറോയിൻ പറയാൻ ബാക്കി വെച്ച കളികൾ കൂടി അവൾ പങ്കുവച്ചു. പക്ഷേ അതൊക്കെ കേട്ട ഡോക്ടറിന്റെ മൂഡ് തന്നെ മാറിപ്പോയി. അതോടെ മൊത്തത്തിൽ ഔട്ടായ ഡോക്ടർ അവളോട് വിഷമിപ്പിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതൊക്കെ കേട്ട് ഹീറോയിനും കരഞ്ഞ് മറുപടികൾ പറയാൻ പറ്റാതെയാകുന്നു. തുടർന്ന് ഹീറോയിനോട് തിരികെ പൊയ്ക്കോളാനും ബാക്കി അടുത്ത ദിവസം നോക്കാമെന്നും ഡോക്ടർ പറയുന്നു. മാത്രമല്ല അന്നത്തെ എല്ലാ പ്രോഗ്രാമും അയാൾ ക്യാൻസൽ ചെയ്യാനും അസിസ്റ്റന്റ് ചേച്ചിയോട് പറയുന്നു. അത് കേട്ട ചേച്ചി കഴിഞ്ഞ ദിവസത്തെ പോലെ ഒരു കളി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും നിരാശപ്പെടേണ്ടി വരുന്നു.
തുടർന്ന് അവളൊരു ദമ്പതികൾ എത്തിയതോടെ അവരെ കൗൺസിലിംഗ് നടത്താനായി ശ്രമിക്കുന്നു. പക്ഷെ അത് പിന്നീട് ഒരു വൻ കളിയിൽ തന്നെ കലാശിക്കുന്നു. അങ്ങനെ ഡോക്ടർ ഇല്ലാത്ത നേരം ചേച്ചി ആ ദമ്പതികളുമായി പരിപാടികൾ വച്ച് നടത്തി. തുടർന്ന് ഇതേ സമയം ഡോക്ടർ പോയത് ഒരു ബാറിലേക്കായിരുന്നു. അവിടെ അയാളും രണ്ടും കൽപ്പിച്ചാണ് എത്തിയത്. വികാരം തലയ്ക്ക് പിടിച്ച അയാൾ അവിടെ ഒരു പെണ്ണിനെ പരിചയപ്പെട്ട് അവളുമായി കമ്പനി കൂടുകയും അവളോട് തനിക്ക് പരിപാടി നടത്താൻ താല്പര്യമുണ്ടെന്നും പറയുന്നു. തുടർന്ന് അവൾ തന്റെ ഒരു കൂട്ടുകാരിയും വിളിച്ചു വരുത്തി ഡോക്ടറിനെയും കൂട്ടി അവിടെയുള്ള ഒരു റൂമിലേക്ക് പോകുന്നു. എന്നാൽ അവർക്കൊപ്പം കൂടിയ ഡോക്ടറിന്റെ രൂപത്തിലും ഭാവത്തിലും വരെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഡോക്ടർ സ്വയം മറന്ന് ആ രണ്ടുപേരുമായി അവിടെ പരിചയമില്ലാതെ പല രീതിയിലും സംഗതികൾ നടത്താൻ തുടങ്ങി. അങ്ങനെ അന്ന് രാത്രി മുഴുവനും ഡോക്ടർ അവർക്കൊപ്പം അവിടെ ചിലവഴിച്ചു. തുടർന്ന് അടുത്ത ദിവസം രാവിലെ തന്റെ യഥാർത്ഥ വേഷങ്ങളൊക്കെ എടുത്തണിഞ്ഞ് ഡോക്ടർ പുറത്തേക്കിറങ്ങി. ആ സമയം ഹീറോയിൻ ഡോക്ടറിനെ അവിടെ വച്ച് കണ്ടുമുട്ടി. പെട്ടെന്ന് ഹീറോയിനെ അവിടെ വച്ച് കണ്ട ഡോക്ടർ ആകെ ചമ്മലായി നിന്നു. ഡോക്ടറിനോട് എന്താ ഇവിടെയെന്ന് ഹീറോയിൻ ചോദിക്കുന്നു. ഒരു ചമ്മലോട് താൻ പാർട്ടിയിൽ പങ്കെടുക്കാൻ മാത്രമായി എത്തിയതാണെന്നും വെറുതെ ഒരു സമയം പോക്കിന് വന്നതാണെന്നും ഡോക്ടർ പറഞ്ഞൊപ്പിച്ചു. തുടർന്ന് താൻ ഇപ്പോൾ ഓക്കെ ആണെന്നും ഇനി തനിക്ക് കൗൺസിലിംഗിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നും ഹീറോയിൻ പറയുന്നു. അത് കേട്ട ഡോക്ടറിനും സന്തോഷമായി. തുടർന്ന് ഡോക്ടറിന് ഒരു ലിഫ്റ്റ് കൊടുക്കാമെന്ന് ഹീറോയിൻ പറഞ്ഞെങ്കിലും അത് നിരസിച്ച് അയാൾ തനിയെ പൊയ്ക്കോളാമെന്നും പറയുന്നു. ആ സീനോടെ അവർ നന്ദി പറഞ്ഞ് പിരിയുന്നു. അങ്ങനെ ഈ ചിത്രവും അവിടെ അവസാനിക്കുകയാണ്. ഈ സീരീസിലെ മുൻകാല ചിത്രങ്ങൾ പോലെ ഇതിൽ നിരവധി ചൂടൻ രംഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനാൽ 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രം ചിത്രം കാണാൻ ശ്രമിക്കുക. സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.